എന്റെ എല്ലാ കൂട്ടുകാർക്കും മല്ലു സെക്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ കുവൈറ്റിലേക്ക് നേഴ്സായിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒരുപാട് ക്വയറീസ് നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മെയിൽ ചെയ്ത് നമുക്ക് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന്. അപ്പോൾ കുവൈറ്റിലോട്ട് ആദ്യമായിട്ടൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഇതുപോലെ MOHലോട്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഒരു നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് നാളൊക്കെ ആയതിനു ശേഷം ഞാനൊക്കെ ആണെങ്കിൽ 2009 പാസ് ഔട്ട് ആയത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ കുവൈറ്റ് MOHലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കുവൈറ്റ് പോലുള്ള രാജ്യത്തേക്ക് നേഴ്സിന്റെ ജോലി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും. പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുവൈറ്റിലോട്ട് ഇപ്പോൾ MOHലോട്ടൊക്കെ നേഴ്സുമാർ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ലോക്കലേക്ക് ഇവിടുന്ന് കയറാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൂട്ടത്തിൽ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുന്ന കാലത്ത് ഒരുമാതിരി ഒട്ടുമിക്ക നേഴ്സുമാർക്കും ഇതൊന്നും കയ്യിൽ കാണാൻ സാധ്യതയില്ല. കാര്യം ഈ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കോളേജുമായി ബന്ധപ്പെട്ട് അവരോട് ചോദിച്ചതിന് ശേഷം കോളേജ് തന്നെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതിനൊരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഫോർമാറ്റിലാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് മേടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഇത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ കോളേജുമായിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുക. എന്നിട്ട് ആ രീതിയിൽ തന്നെ അവരോട് അത് അടിച്ചു തരാൻ വേണ്ടി പറയാം. ഇപ്പോൾ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കഴിഞ്ഞ 3 വർഷത്തെ അല്ലെങ്കിൽ 3.5 വർഷത്തെ നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് നമ്മുടെ ടോട്ടൽ പെർഫോമൻസിനെ അവരൊരു ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തരംതിരിക്കും. അത് എ ഗ്രേഡാണോ, ബി ഗ്രേഡാണോ, സി ഗ്രേഡാണോ എന്നിങ്ങനെ തരംതിരിക്കും. എന്നിട്ട് നമ്മുടെ മാർക്കും കാര്യങ്ങളും എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്ത് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഗ്രേഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുവൈറ്റിലോട്ട് ആദ്യമായിട്ട് വരുന്ന നേഴ്സുമാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.